അങ്ങനെ നല്ല കിടിലൻ തോൽവിയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് 2025-26 ISL സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പം കളി കണ്ടവർക്കറിയാം എന്താണ് അവിടെ കളിച്ചത്. ബ്ലാസ്റ്റേഴ്സ് ഞാൻ പറയാം, ഇത്രയും സീസണിൽ ഞാൻ കളി കണ്ടതിൽ എനിക്ക് ഏറ്റവും മോശപ്പെട്ട കളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരമായിരുന്നു ഇന്നത്തെ കളി. പിന്നെ പറയാൻ വേണ്ടി ഒന്നുമില്ല. ഷോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ദുർബലമായ രണ്ട് ഷോട്ടുകൾ. പിന്നെ ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ATKക്ക് തുറന്നു കൊടുക്കുക, ATK മോഹൻ ബഗാന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ISL ബ്ലാസ്റ്റേഴ്സ്. ആ ഫസ്റ്റ് ഗോള് വന്നത് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരാൾ പോലും മാർക്ക് ചെയ്യാൻ. മൂന്ന് പ്ലേയേഴ്സ് ആ ബോക്സിനകത്ത് നിൽക്കുകയാണ്. ആ ഡിഫൻസ് നിൽക്കുന്നവർ എങ്ങനെയൊക്കെയോ നോക്കി നിൽക്കുക, എങ്ങനെയും ഒന്ന് അടിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ ബോൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർ. ഒരു അലസമായ കളി തന്നെ നമുക്ക് പറയാം. ഞാൻ പറയാം, ഇത്ര സീസണിൽ എനിക്ക് ഏറ്റവും മോശപ്പെട്ട കളി തന്നെ. പല മോശപ്പെട്ട കളികളും മോശപ്പെട്ട തോൽവി ഉണ്ടായിട്ട് പോലും നമുക്ക് വെറുപ്പിരുന്ന് പറഞ്ഞ ഭയങ്കര വെറുപ്പിച്ച ഒരു കളിയായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നിയത്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം കളി കണ്ടവർക്കറിയാം ഭയങ്കര അലമ്പ് കളിയാണ്. ഈ കളി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സീസൺ മൊത്തം തോറ്റ് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ കളിയാക്കുമല്ലോ, ഒരു ഫാൻ എന്നുള്ള രീതിക്ക് ഭയങ്കര വിഷമത്തോടെയാണ് ഞാനിത് പറയുന്നത്. കാരണം ISL തുടങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ട് തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന് പറയുന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നിട്ട് ഒത്തിരി നമ്മുടെ ലൂണയെ പോലുള്ള മികച്ച പ്ലേയേഴ്സൊക്കെ ടീം വിട്ട് പോയെങ്കിൽ പോലും പെട്ടെന്ന് അവർ കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നി അവർ കളിക്കും. പക്ഷേ കളി കണ്ടപ്പം എന്തിനാണ് ഈ സീസൺ ISL ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയെന്ന് തന്നെ നമ്മൾ ഓർത്തു പോയാണ്. അത്ര മോശപ്പെട്ട കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരന്തമായിട്ടുള്ള കളി. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, സെക്കൻഡ് ഹാഫിൽ യോക്ക് എന്ന് പറയുന്ന ഒരു പ്ലെയർ വന്നു. മോനെ ഇമ്മാരി കളി എന്ന് പറഞ്ഞാൽ വിഷയം കളി. പക്ഷെ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല, ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇമ്മാരി കളി എന്ന് പറഞ്ഞാൽ വിഷയം കളി. പുള്ളി നല്ല ഒരു രക്ഷയില്ലാത്ത ക്രോസുകളും നല്ല ഡ്രിബ്ലിംഗ് സ്കില്ലും പിന്നെ ഫിസിക്കൽ സ്ട്രെങ്തും എല്ലാം കൊണ്ടും കിടിലം ഒരു പ്ലെയറാണ് യോക്ക്. അപ്പം പക്ഷേ പുള്ളിയുടെ കൂടെ സപ്പോർട്ടീവായിട്ട് മറ്റാരും കളിച്ചില്ല എന്ന് നമുക്ക് പറയാം. നല്ല ക്രോസുകളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 89-90 മിനിറ്റുകളിൽ കുറച്ച് ചാൻസ് കിട്ടിയെങ്കിൽ പോലും അടിച്ച് വെളിയിൽ കളഞ്ഞു തന്നെ പറയാം. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കപ്പും മകുവൊന്നും ഇല്ലാതെ നമുക്ക് ISL നടത്താം. അപ്പം എന്തായാലും എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റു തുടങ്ങും എന്ന് പറയാം. അത് മുംബൈയുടെ കാര്യത്തിലൊക്കെ നമുക്ക് പിന്നെയും പറയാം, തിരിച്ച് കംബാക്ക് ഒക്കെ നടക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം തോന്നി ഈ കളി കണ്ടപ്പോൾ, സത്യം പറയാലോ. അപ്പം എന്തായാലും ഇങ്ങനെ പോവാതെ അടുത്ത കളി മികച്ച രീതിയിൽ വരട്ടെ. എന്തായാലും അങ്ങനെ നമുക്ക് വിശ്വസിച്ച് നടത്താം. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും മികച്ച മത്സരം ഇനി വരാനിരിക്കുന്നു. അപ്പോൾ എന്താകും എന്നുള്ള അവസ്ഥ ഇനിയൊന്നും, എന്തായാലും നാണം കെട്ടൊരു തോൽവി തന്നെയാണ് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾ കാത്തിരുന്ന് കണ്ടറിയാം എന്താണ്. അപ്പം എന്തായാലും നമ്മളിതൊരു മൂവി ചാനലാണ്, എന്നാലും നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അല്ലെങ്കിൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തങ്ങ് ഇടുകയാണ്, നമ്മുടെ ആ ഒരു വിഷമം പറഞ്ഞങ്ങ് ഇടുകയാണ്. അപ്പം എന്തായാലും അടുത്ത കളി നമുക്ക് കണ്ടറിയാം എന്താകും എന്നുള്ള